എല്ലാ പ്രിയപ്പെട്ട നല്ലവരായ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ മക്കളുമായി പറയേണ്ട അല്ലെങ്കിൽ മക്കളെ ചേർത്ത് നിർത്തി പറയേണ്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ കണ്ടു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കുടുംബ സുഹൃത്തുക്കൾക്കോ കുടുംബ ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ നമ്മളുടേതായ നല്ല ഫ്രണ്ട്സിനോ ദയവ് ചെയ്ത് അയച്ചു കൊടുക്കാനുള്ള ഒരു സന്മനസ് നിങ്ങൾ കാണിക്കണമെന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുന്നു. കാരണം അവർക്കും ഇത് ഉപകാരപ്രദമാകും. അങ്ങനെ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണിത്. മക്കളെ നമ്മൾ സഹായിക്കാറുണ്ട്, ഉപദേശിക്കാറുണ്ട്. പക്ഷെ അവരുടെ സങ്കടങ്ങൾ കേട്ട് അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. അത് അവരുടെ മാനസികോല്ലാസത്തിനും അവർക്ക് വരുന്ന സങ്കടങ്ങൾക്കും എല്ലാം ഒരു അറുതി വരുത്തും. ഇപ്പോൾ പരീക്ഷകളിൽ തോറ്റുപോയിടും അല്ല കലാവാസനയുള്ള കുട്ടികൾ ചിലപ്പോൾ പിന്നാലെ പോയിട്ടുണ്ടാകും. പക്ഷെ അവരെ ഉത്തേജിപ്പിച്ച് അവരുടെ മനസ്സിന് നല്ലൊരു കുളിർമ നൽകാനായിട്ട് നമുക്ക് ചില വാക്കുകൾ കൊണ്ട് സാധിക്കുമെന്ന് നമുക്ക് അത് ശ്രദ്ധിക്കാൻ എന്താണെന്നുള്ളത്. രക്ഷിതാക്കൾ കുട്ടികളോട് പറയുന്ന വാക്കുകൾ അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താറുണ്ട്. വാക്കുകൾക്ക് അതുല്യമായ ശക്തിയുണ്ട്. അപ്പോൾ വാക്കുകൾ നമുക്ക് കേട്ടിട്ട് ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ്. അതായത് നല്ലതും പറയാം വാക്കുകൾ, ചീത്തയും പറയാം. അപ്പം നമ്മൾ ദിവസവും കേൾക്കുന്ന നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. വാക്ക് പറഞ്ഞാൽ മരിച്ചാലും അത് മാറ്റി പറയരുത് എന്നാണ് പഴമക്കാരുടെ നമ്മൾ പറയാം. അതായത് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാക്കായിരിക്കണം എന്ന് പറയുന്നത്. വാക്കും പഴയ ചാക്കും എന്നുള്ളൊരു ചൊല്ല് നമുക്ക് കേട്ടിട്ടില്ല. അതായത് പഴയ ചാക്ക് പോലെ ആയിരുന്നു നമ്മളെ വാക്കിന് നല്ല ഉറപ്പുണ്ടാവണം എന്നാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രക്ഷിതാക്കൾ കുട്ടികളോട് പറയുന്ന വാക്കുകൾ അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. കുട്ടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് മാതാപിതാക്കൾ കുട്ടികളോട് എല്ലാ ദിവസവും ആവർത്തിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായി പറയാനുള്ളത്, കുട്ടികൾ വിഷമിച്ച് നിൽക്കുക, എന്തെങ്കിലും പ്രോബ്ലംസോ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുക. സ്വന്തം കുട്ടികളോട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ മടിക്കുന്ന രക്ഷിതാക്കളുണ്ട്. ഉള്ളിലെ സ്നേഹം നിറഞ്ഞു തുളുമ്പുമ്പോഴും അത് പ്രകടിപ്പിക്കാൻ അവർക്ക് ഇഷ്ടമില്ല. എന്നാൽ കുട്ടികളോടുള്ള സ്നേഹം അവരോട് വാക്കിലൂടെ പ്രകടിപ്പിക്കണമെന്നാണ് ആധുനിക മനഃശാസ്ത്രം പറയുന്നത്. എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് കുട്ടികളോട് പറയാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. അവരുടെ വിജയങ്ങളും പരാജയങ്ങളും പരിഗണിക്കാതെ അവരോടുള്ള നമ്മളുടെ സ്നേഹം അചഞ്ചലമാണെന്ന് അറിയിക്കുന്നത് അവർക്ക് സുരക്ഷിതത്വവും ആത്മവിശ്വാസവും നൽകുമെന്ന് ചില പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്തത്, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ഈ വാക്ക് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് പറയാവുന്നതാണ്. കുട്ടികളുടെ കഴിവുകളിലും നന്മയിലും വിശ്വസിക്കാനും ആ വിശ്വാസം അവരോട് പ്രകടിപ്പിക്കാനും രക്ഷിതാക്കൾക്കാവണം. എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട്, നിനക്കത് ചെയ്യാൻ സാധിക്കും എന്ന് സ്വന്തം കുട്ടിയുടെ മുഖത്ത് നോക്കി പറയുന്ന ഓരോ രക്ഷിതാവും അവരുടെ കുട്ടിയുടെ ആത്മവിശ്വാസത്തെ വാനോളം ഉയർത്തുകയാണ് ചെയ്യുന്നത്. രക്ഷിതാക്കൾ തങ്ങളിൽ അർപ്പിച്ച വിശ്വാസം തിരിച്ചറിയുന്ന കുട്ടികൾ അവരുടെ ഏറ്റവും മികച്ചതിൽ കുറഞ്ഞത് ഒന്നും പുറത്തെടുക്കാൻ സാധിക്കില്ല. അതായത് പരീക്ഷയ്ക്ക് തോൽക്കുകയോ അല്ലെങ്കിൽ കലാവാസനകളിൽ എല്ലാം പിൻവലിലാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് അവരെ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊരു മാനസിക ഉല്ലാസത്തിന് വഴിതെളിക്കുന്നതാണ്. അപ്പോൾ അടുത്ത പരീക്ഷകളിലോ അല്ലെങ്കിൽ അടുത്ത കലാവാസനയിലോ അവർ ഈ വാക്ക് കേട്ടിട്ട് മുൻപന്തിയിലെത്താൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എല്ലാത്തിനും അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സുകളിൽ അതൊരു തീരാവേദനയായിട്ട് മാറിപ്പോകും. കുട്ടികളിലെ അനന്ത സാധ്യതകൾ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഈ തുറഞ്ഞു പറച്ചിലുകൾ വഴിയൊരുക്കും. അവരുടെ കഴിവുകളിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നതിലൂടെ വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ നൽകുന്നതിലൂടെയും മാതാപിതാക്കൾ കുട്ടികൾക്ക് അവരുടെ സ്വപ്നങ്ങൾ പിന്തുടരാനും പ്രതിബന്ധങ്ങളെ അല്ലെ സമൂഹത്തിൽ നടക്കുന്ന അവരുടെ ജീവിത യാഥാർത്ഥ്യത്തിൽ അവരുടെ മുന്നിൽ വന്നു നിൽക്കുന്ന പ്രതിബന്ധങ്ങളെ അവർക്ക് നിശ്ചയദാർഢ്യത്തോടെ മറികടക്കാനുമുള്ള അവസരം ഒരുക്കുമെന്നാണ് മറ്റു ചില പഠനങ്ങൾ പറയുന്നത്. അതായത് നമ്മൾ സ്നേഹത്തോടെ പറയുന്ന ഈ വാക്കുകൾ, നിങ്ങളിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്ന വാക്കുകൾ ആണത്. അടുത്തതായി നമ്മൾ പറയേണ്ടതാണ്, നിന്നെ കേൾക്കാൻ ഞാൻ ഇവിടെയുണ്ട്. അതായത് നമ്മൾ നല്ലൊരു കേൾവിക്കാരനാവുക. ഒരു മനസ്സിലുള്ളതെല്ലാം ഒരാൾ നമ്മളോട് തുറന്നു പറയുമ്പോൾ അത് കുട്ടികളാവണമെന്നില്ല, മറ്റുള്ള നമ്മൾ നല്ല കേൾവിക്കാരനാവുക. അപ്പോൾ അവരുടെ മനസ്സിലെ ആ കളങ്കമോ അവരുടെ ആ മനസ്സിലെ ദുഃഖവും അവരുടെ ആ മനസ്സിലെ സന്തോഷവും പങ്കിടുമ്പോൾ അവരുടെ ഉള്ളു നിറയും. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും ദുഷ്കരമായ അവസ്ഥകളിൽ
കളിലും ഓടിച്ചെല്ലാവുന്ന അത്താണിയാണ് മാതാപിതാക്കളെന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തണം. ഏതവസ്ഥയിലും നിന്നെ കേൾക്കാൻ ഞാൻ ഇവിടെയുണ്ട് എന്ന് കുട്ടികളോട് പറയണം. എൻ്റെ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും എന്നോട് പറയാമല്ലോ എന്ന് രക്ഷിതാക്കൾ മനസ്സിൽ കരുതിയാൽ മാത്രം പോരാ, അക്കാര്യം അവരോട് തുറന്നു പറയുകയും വേണം. ഒന്നിനെയും ഭയപ്പെടാതെ തങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ആശയങ്ങളും പങ്കുവയ്ക്കാൻ മാതാപിതാക്കൾ ഉണ്ട് എന്ന തിരിച്ചറിവ് വലിയ അപകടത്തിൽ നിന്ന് കുട്ടികൾക്ക് ഒരു സംരക്ഷണം നൽകും. അതായത് വല്ല തെറ്റുകളോ മറ്റൊന്നോ ഉണ്ടെങ്കിൽ അവർക്കത് തുറന്നു പറയാനായിട്ട് നമ്മൾ അവസരമെടുക്കുമ്പോൾ അതൊരു നല്ല കാര്യമാണ്. അതായത് അവരുടെ സങ്കടങ്ങളിലും അവർക്ക് വരുന്ന പ്രശ്നങ്ങളിലും അവർക്ക് താങ്ങായി കുട്ടികളുമായി തുറന്ന സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഒരു വിശ്വാസം, വൈകാരിക അടുപ്പവും വളർത്തുകയും ഊഷ്മളമായ ബന്ധം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യും. തെറ്റുകൾ പഠിക്കാനുള്ള അവസരങ്ങളാണ് അടുത്തതായി പറയാനുള്ളത്. തെറ്റുകളും വീഴ്ചകളും ഒന്നിൻ്റെയും അവസാനമല്ല, മറിച്ച് പഠിക്കാനും തിരുത്താനുമുള്ള അവസരങ്ങളാണെന്ന് കുട്ടികളോട് രക്ഷിതാക്കൾ പറയാനായിട്ട് മടിക്കേണ്ട കാര്യമില്ല. ജീവിതത്തിൽ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ വീണു പോകുമ്പോഴും വീണിടത്ത് തന്നെ കിടക്കാതെ എഴുന്നേറ്റ് ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ മാതാപിതാക്കളുടെ ഈ വാക്കുകൾ കുട്ടികൾക്ക് പ്രചോദനമാകും. അതായത് പരീക്ഷയ്ക്ക് തോൽക്കുകയോ അല്ല മറ്റുള്ള ബുദ്ധിമുട്ടുകളോ അവർക്ക് വന്നുമ്പോൾ ആ തെറ്റിൽ നിന്ന് നീ പാഠം പഠിച്ചുകൊണ്ട് ഉയരാനായിട്ട് വരാം. അപ്പോൾ നമുക്ക് ചില ഉദാഹരണങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതായത് താഴെ നിന്ന് പഠിച്ച് കഷ്ടപ്പാടുകളിൽ നിന്ന് വളർന്നു വന്ന ചില ഉദാഹരണങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് വളരെ നല്ല കാര്യങ്ങളാണ്. അതായത് പരാജയങ്ങളിൽ ഇത്തരമൊരു മനോഭാവം സ്വീകരിക്കുന്നതിലൂടെ വീഴ്ചകളെ മൂല്യമത്തായ പഠനാനുഭവങ്ങളായി പുനർനിർമ്മിക്കുന്നതിനും പ്രതിബന്ധങ്ങളെ ഭയമില്ലാതെ ആത്മവിശ്വാസത്തോടെ നേരിടുന്നതിനുമുള്ള ആരോഗ്യകരമായ മനോഭാവം കുട്ടികൾക്ക് ചെറുപ്പത്തിലെ തന്നെ ഉണ്ടാവും. അപ്പോൾ വളർന്നു വരുന്ന ആ സാഹചര്യങ്ങളിൽ എല്ലാ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നേറാനായിട്ട് അവൻ്റെ മനസ്സ് നല്ല പാകപ്പെടും. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മൾ കുട്ടികളോട് പറയുവാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു കുടുംബ ബന്ധങ്ങളും നല്ലൊരു സാമൂഹിക ബന്ധങ്ങളും എല്ലാവരും കെട്ടിപ്പടുക്കുവാൻ ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളുടെ കുടുംബ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ കുടുംബ ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളിലേക്കോ ഈ വീഡിയോ ദയവ് ചെയ്ത് ഫോർവേഡ് ചെയ്താൽ അവർക്കും അത് നല്ലൊരു ഉപകാരപ്രദമാകും. അങ്ങനെ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ കണ്ട സന്മനസ്സുള്ള എല്ലാവർക്കും നന്ദി, നമസ്കാരം.